അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാക്ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എപ്പിസോഡ് ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെ, ഞാൻ ലോക്കായി പോയി. അപ്പോൾ പിന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോഴും 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്, എങ്കിലും നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ മാസ്ക് ഒന്നും വരുന്നില്ല കേട്ടോ. മാസ്ക് ഇട്ടിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ പോകണം. കാരണം അത്രയ്ക്ക് കോവിഡ് കേസസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. 144 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ വരുമ്പോഴൊക്കെ വൻ ആളായിരുന്നു. മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിലൊക്കെ ആൾക്കാരുണ്ട്. എന്ത് 144 ആണ് ദൈവത്തിനറിയാം. പക്ഷേ പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ട്. നോക്കാം. നമുക്ക് ഏതായാലും വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്ലേസ് ഉണ്ട്. താഴേക്കെല്ലാം പോകാൻ പറ്റുന്നത് നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് ലൊക്കേഷൻ അല്ലേ? ഇനി ലൊക്കേഷൻ കാസർഗോഡ് ജില്ലയിലാണ്. അതായത് NH ഹൈവേ പോകുന്നുണ്ടല്ലോ, നമ്മൾ കാസർഗോഡ് മംഗലാപുരം റൂട്ട് ഹൈവേ പോകുന്നിടത്ത് പെരിയാട്ടടുക്കം കഴിഞ്ഞിട്ട് ആണ് ഇതുള്ളത്. പെരിയാട്ടടുക്കം കഴിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡിലെ ഉള്ളിലേക്കുള്ള റോഡാണ്. അധികം നിങ്ങൾക്ക് വേണ്ട. അതെ, മറ്റേ ഗൂഗിൾ അമ്മച്ചിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അമ്മച്ചി കറക്റ്റായിട്ട് പറഞ്ഞു തരും. അങ്ങോട്ട് വാട്ടർഫോൾസ് അടിച്ചു കൊടുക്കുക, ആ വഴി വരിക. വന്ന് ഇവിടെ എത്തിയിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേതെങ്കിലും വീട്ടുകാരോട് ചോദിച്ചു നോക്കുക. അല്ല, വീട്ടുകാരോട് ചോദിക്കുന്നതിൻ്റെ അല്ല, ഇപ്പം മറ്റേ കൊറോണ എല്ലാം ആയതുകൊണ്ട് അതെ ഇപ്പൊ വരണ്ടെന്നുള്ളതാണ്. തെറ്റാണ്. ഒരുപാട് നല്ല രസമുണ്ട് ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. അതേപോലെ അങ്ങോട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്താൻ കാരണം ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രുതി സാഗർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റിലത്തെ വീഡിയോ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, എന്തായാലും പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്നത് തന്നെ. വേറെ ആർക്കും കേട്ടിട്ട് ഒന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണല്ലേ. അതെ, അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്. നമ്മൾ മുകളിൽ നിന്നാണ് വരേണ്ടത്. വന്ന് അതിലേക്കൂടെയുള്ള വ്യൂ എല്ലാം ചെറുതായിട്ട് കാണാം. പക്ഷേ താഴെ എത്തിയപ്പം കിടിലൻ സ്ഥലം. അത് അതിലേക്കൂടാണ് നമ്മൾ നടന്നു വരേണ്ടത്. കുറച്ച് നടക്കാനുണ്ട്, വണ്ടി ഇങ്ങോട്ടേക്ക് വരില്ല. ഇപ്പോൾ സംഭവം കാട് പിടിച്ച് കിടക്കുകയാണ് വഴികളെല്ലാം. കാരണം കൊറോണയും സംഭവം എല്ലാം ആയതുകൊണ്ട് ആരും വരലില്ല.
വരാൻ പാടില്ല. അപ്പം നമ്മൾ കൊറോണയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം വരേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലം. നമുക്കൊരു സെക്കൻഡ് ലൊക്കേഷനും കൂടി ഉണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതെന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എങ്ങോട്ടേക്കാക്കുന്ന ആയങ്കടവ് പാലം. ആയങ്കടവ് പാലത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ തന്നെ ഹയസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയും. വൺ ഓഫ് ദ അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള പാലമാണ്. 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. അതേപോലെ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു ഇതാ തന്നെയാണ്. അതെ അതെ, നോക്കാം എന്തായാലും. നേരെ പോയാൽ അങ്ങോട്ടേക്കാന്നാ പറയുന്നത്. എത്തുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പോകുന്ന വഴി കണ്ടോട്ടെ വിചാരിച്ചിട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതാണ് ആയങ്കടവ് പാലം. ഇതാണ് ആയങ്കടവ് പാലം. ഏകദേശമല്ല 120 മീറ്റർ നീളം ആണ് ഈ പാലത്തിൻ്റെ ഇത്. ഒരു സൈഡിൽ കൂടെ നടക്കും, പുറകിൽ നിന്ന് വണ്ടി വന്ന് നിന്ന് തല്ലിക്കൊല്ലും. ഇത് 2 അതായത് ബദിയെടുക്ക അതേപോലെ പുല്ലൂർ പെരിയ 2 പഞ്ചായത്തുകളെ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. ഏകദേശം 25 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ പാലത്തിന്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്ക് നോക്കിയാൽ കാണാം. നീ താഴേക്ക് കാണിച്ചു കൊടുത്ത. അതെ, ഇങ്ങോട്ട് നോക്ക്. ഈ തെങ്ങിന്ന് വേണമെങ്കിൽ ഇപ്പുറത്തെ കൈയിട്ടിട്ട് തേങ്ങ വയ്ക്കാം. അത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള തെങ്ങാണ് കേട്ടോ. എല്ലാം താഴെയാണ്. ഇവിടെ അടുത്തുള്ള ഏറ്റവും വലിയ തെങ്ങാന്ന് ഇപ്പൊ കാണിച്ചത്. ബാക്കിയുള്ള ഏറ്റവും ചെറുതാണ്, ഉയരം കുറവാണ്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് അത്രയും ഹൈറ്റ് ഉണ്ട് ഈ പാലത്തിന്. അടിപൊളിയല്ലേ? കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം അക്കരെ കുന്നിലൊരു കോറ തന്നെയല്ലേ? അതെ, കോറ നടക്കുന്നതൊക്കെ കാണാം സെറ്റപ്പായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വണ്ടി ഇറങ്ങി വരുമ്പം. അല്ലേ, നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. നല്ല രസമാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയ അതേപോലെ കുണ്ടൻകുഴി റൂട്ടിൽ കണക്ട് ചെയ്യുന്ന, അതായത് വലിയ ദൂരമൊന്നുമില്ല, കണക്ട് ചെയ്യുന്ന ഇതാണ്. ദൂരങ്ങളൊക്കെ കുറഞ്ഞിട്ട് പെരിയ നമ്മൾ പോകുമ്പം അതിൽ ഇങ്ങനെ ചുറ്റിയടിച്ച് പോകുന്നതിന് വരെ ഇങ്ങനെ പോവാം. ഇല്ലാണ്ട് വേറെ വഴിയുണ്ട്, എന്നാലും ഇതും വലിയ കുഴപ്പമില്ല. ബെർളെടുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് പോയിട്ട് ജോയിൻ ചെയ്യും ഈ റോഡ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. കർണാടകയിലൊക്കെ പോകാൻ, കർണാടക സുള്ളിയ റൂട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല ഇതിലേ പോകാൻ വേണ്ടിയിട്ട്. ദൂരമുണ്ട്, ആ ദൂരം ഇല്ലെന്നില്ല. എന്നാലും ഇതിലിങ്ങനെ കയറി കഴിഞ്ഞാൽ ഹൈവേ പിടിക്കുന്നതിലും വേഗം എത്താമെന്നുള്ള ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർക്കാം. ഇന്നത്തെ പരിപാടിയെല്ലാം കറഞ്ഞു. വെള്ളച്ചാട്ടം നല്ല രസമുണ്ട്. പാലം വലിയ മോശമില്ല. നല്ല രസമുണ്ട്. പാലം വലിയ മോശമില്ല. 17 കോടി മുടക്കിയിട്ടാക്കിയ പാലം വലിയ മോശമില്ല.
ഇല്ല നല്ല രസമുണ്ട് ഇവിടെ, നല്ല view ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി മാക്ബുക്കിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.